ഇമാം ഷൗക്കാനി ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഹദീസിൽ മലക്കുകളോടോ ജിന്നുകളോടോ ഹാളിറായ ആളുകളാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തത് എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഘോരഘോരം ആ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇമാം ഷൗക്കാനി ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയാണ്, ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സുബൈർ മൗലവി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് കാണിച്ചു തരാനേ പറ്റൂല എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല. ഇമാം ഷൗക്കാനി പറയുന്നത് വഫിൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്, മിനൽ മലായികത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലിഹുകളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല, യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഈ വാദം നമുക്ക് തെറ്റാന്ന് പറയാം. എങ്ങനെ? ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട്. പക്ഷേ അതിൽ ശിർക്കുണ്ട്. ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ച മഹാപണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ഒരു സംവാദത്തിൽ വെച്ച് അനസ് മൗലവിയോട് ഒരു സുന്നി പണ്ഡിതൻ ഈ ഇബാറത്ത് ചോദ്യം ചോദിച്ചപ്പോ അനസ് മൗലവി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത് ഏതുപോലെയാണ്? ആര് പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഷൗക്കാനി ഷിയാണെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അത് നമ്മൾ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോ സോപ്പ് തീർന്ന ഭാര്യനോട് സോപ്പ് എടുത്ത് തരണേന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഭാര്യ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാലും എന്റെ ഭാര്യ അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ഓള് കേൾക്കും എന്നേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല. അതേ ഷൗക്കാനിയും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കളാണെങ്കിൽ, അതുപോലെ തന്നെ പരിസരത്തുള്ള മുസ്ലിം ജിന്നുകളാണെങ്കിൽ, ആ ഒരു അഖീദ മാത്രമേ ഇയാളെ മനസ്സിലുള്ളൂ. എന്റെ പരിസരത്തുള്ളവർ എന്നുള്ള അഖീദേ ഉള്ളൂ. അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം അതിൽ ഇബാദത്തും വരുന്നില്ല, ദുആയും വരുന്നില്ല, ഒരു വിളി മാത്രം.